ആന്റി, ഒരു താങ്ക്സ് ഉണ്ട്. താങ്ക്സോ? എന്തിനാ? അന്ന് വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുമെന്ന കാര്യം ആന്റി വിളിച്ച് അറിയിച്ചില്ലായിരുന്നു എങ്കിൽ ആകെ കുഴപ്പായനെ. അത് വന്ദനെ, ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്യാൻ തീരുമാനിച്ച സ്ഥാപനങ്ങളുടെ കൂട്ടത്തില് എന്റെ കമ്പനിയുടെ പേരും ഉണ്ടായിരുന്നു. അത് എന്റെ ഒരു വിശ്വസ്തൻ റെയ്ഡ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നപ്പോ കരുണാകരക്കുറുപ്പിന്റെ വീടും ഉണ്ടായിരുന്നു. അതാ ഉടനെ ഞാൻ വന്ദനെ വിളിച്ചറിയിച്ചത്. ഇൻഫോമർ ആരായിരുന്നെന്ന് വന്ദന ആദ്യം എന്നോട് പറഞ്ഞില്ലായിരുന്നു ആന്റി. റെയ്ഡ് വിവരങ്ങൾ നമ്മൾ ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ലേ, അതുകൊണ്ടായിരിക്കും. ആ ജഗ, ഞാൻ കാറിനകത്തുനിന്ന് ഗിഫ്റ്റ് എടുക്കാൻ മറന്നുപോയി. അതൊന്ന് എടുത്തോണ്ട് വരുവോ? ഞാൻ എടുത്തിട്ട് വരാം ആന്റി. ആ, ബാക്ക് സീറ്റിലുണ്ടേ. ആ ശരി. ഊർമിള, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഊർമിളയോട് പറഞ്ഞതല്ലേ. അത്ര നല്ല രീതിയിലല്ല വന്ദനയുടെയും ജഗന്റെയും കല്യാണക്കാരെയൊക്കെ നടന്നത്. ആ, ജഗനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പറഞ്ഞത് വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ കല്യാണം പോലെ ഇതിലും കുറച്ച് വിപ്ലവം കലർന്നു എന്ന് കരുതിയാ മതി. എല്ലാരും അവിടെ നിൽക്കുക, നമുക്ക് വേഗം ചടങ്ങ് തുടങ്ങണ്ടേ? ആ, ഒരു മിനിറ്റ്, ജഗൻ ഒന്ന് വന്നോട്ടെ. ഇതല്ലേ ആന്റി? അതെ, ഇതന്നെ. കല്യാണത്തിന് കൂടാനുള്ള ഭാഗ്യം തന്നില്ലെങ്കിൽ എന്താ? കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് ഏൽപ്പിച്ചിട്ട് പിന്നെ പൂജാ ചടങ്ങിലേക്ക് പോവാം. ഊർമിള, എന്താ ഇതൊക്കെ? ഒരുപാട് രൂപയൊക്കെ ആയി കാണുമല്ലേ? എന്തു പറച്ചില്ല ചന്ദ്രികെ, നിന്റെ മോള് എന്റെയും കൂടി മോളല്ലേ? ഇത് വാങ്ങും മോളെ. നമുക്ക് ചടങ്ങ് തുടങ്ങണ്ടേ? മോനെ, കല്യാണ പെണ്ണിന് മാത്രല്ല, ഈ കല്യാണ ചെക്കനും ഉണ്ടൊരു സമ്മാനം. അത് കൊള്ളാലോ ആന്റി. കല്യാണത്തിന് ആരും ഒരു ഗിഫ്റ്റും തന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിലായിരുന്നു ഞാൻ. ആ, ഇനി എന്നാ ആ സങ്കടം മാറ്റിക്കും. ഇത് ജഗന്. താങ്ക് യു. നന്നായി വരട്ടെ മോനെ. രണ്ടുപേരും കൂടി എന്നും ഒത്തൊരുമയോടെ മുന്നോട്ട് പോണം. ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം മാതൃകാ ദമ്പതികളാണെന്ന്.
നിങ്ങൾ തമ്മിലേ അത്രയ്ക്കും ചേർച്ചയുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ട് ഒരു ഗിഫ്റ്റും കൂടി തരിക്കുന്നതിലാണ് നിങ്ങളുടെ മിടുക്ക്. എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ദിയമോള് എന്റെ ഏട്ടന്റെ മോളല്ലേ? സോറി, ഞാൻ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോ ഇതങ്ങ് വിട്ടുപോയി. ക്ഷമിച്ചേക്ക്. രാഗി, നിനക്ക് ഈയിടെയായിട്ട് ചത്തുപോയ രാജീവ് മേനോനോട് അല്പ സ്നേഹ കൂടുതലാ. ഇനി അവന്റെ മോളെ എടുത്ത് ലാളിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അത് ദോഷത്തിനാണെന്ന് നീ ഓർക്കണം. 18 വയസ്സ് വരെയാ ഈ സാഗർ അവൾക്ക് ആയുസ് വിധിച്ചിരിക്കുന്നത്. മേജറായി സ്വത്തുക്കളുടെ അവകാശം പൂർണ്ണമായി അവളിലെത്തുമ്പോ വീണ്ടും ഒരു ആക്സിഡന്റ്. സാഗർ എന്താ ഈ ചിന്തിച്ചു കൂട്ടുന്നത്? ഞാനത് ഒരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു. സോറി.